Hi dears, welcome to EdDream IGNOU BCom Financial Accounting class, and today we are discussing Unit 15 Consignment Accounts 1. First portion Consignment Accounts inde first portion ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. കൺസൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്ത് നിന്ന് ഒരാൾ കുറച്ച് ഗുഡ്സ് വേറൊരാൾക്ക് അയച്ചു കൊടുക്കുക, അതിനെയാണ് നമ്മൾ നോർമലി ഒരു കൺസൈൻമെന്റ് എന്നുള്ള വാക്കുകൊണ്ട് സിമ്പിൾ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. നോർമലി സം സെല്ലേഴ്സ് യൂസസ് ദ സർവീസ് ഓഫ് ഏജൻറ്റ്സ് ഫോർ സെല്ലിംഗ് ദയർ പ്രോഡക്ട്സ്. സാധാരണയായി ചില പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ചില സെല്ലേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, അവരുടെ പ്രോഡക്ട്സിൻ്റെ വിൽപ്പനയ്ക്ക് വേണ്ടി മറ്റു പലരുടെയും സേവനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. മറ്റു പലരുടെയും എന്ന് പറയുമ്പോൾ ഇവരുടെ തന്നെ ഏജന്റുമാരുടെ സേവനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ദ ഗുഡ്സ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം പ്രൊഡ്യൂസർ ടു ദീസ് ഏജൻറ്റ്സ് അറ്റ് ദ പ്രൊഡ്യൂസേഴ്സ് റിസ്ക്. അപ്പൊ നമ്മൾക്ക് വേണ്ടിയാണ് ഏജന്റ് പ്രോഡക്റ്റ് വിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർക്ക് വേണ്ടിയാണ് ആ പർട്ടിക്കുലർ ഏജന്റ് ആ പ്രോഡക്റ്റിന്റെ സെയിൽസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ വിൽക്കാനുള്ള ഉൽപ്പന്നങ്ങൾ പ്രൊഡ്യൂസർ ഈ ഏജന്റിന് അയച്ചു കൊടുക്കുന്നത് പ്രൊഡ്യൂസറുടെ റിസ്കിലാണ്. ആ കൺസൈൻമെന്റിന് അല്ലെങ്കിൽ ആ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സിന്റെ ഫുൾ റിസ്ക്കും നമ്മുടെ പ്രൊഡ്യൂസറുടെയാണ്. അപ്പൊ കൺസൈൻമെന്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡ്യൂസറുമുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി പ്രോഡക്ട്സ് വിൽക്കുന്ന ഒരുപാട് ഏജന്റുമാരും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പ്രോഡക്റ്റിന്റെ സെയിൽസിന് വേണ്ടി പ്രൊഡക്റ്റ് ഇങ്ങനെ നമ്മൾ ഏജന്റുമാർക്ക് അയച്ചു കൊടുക്കും. ഈ ഏജന്റുമാരുടെ ഡ്യൂട്ടി എന്ത് മാത്രമാണ്? അവരുടെ കയ്യിൽ എത്തുന്ന പ്രോഡക്റ്റ് വിൽക്കുക. ഈ പ്രൊഡ്യൂസേഴ്സ് അവർക്ക് അയച്ചു കൊടുക്കുന്ന പ്രോഡക്ട്സ് വിൽക്കുക എന്നുള്ളത് മാത്രമാണ്. വിറ്റിട്ട് ആ പ്രോഡക്റ്റിന്റെ ക്യാഷ് വാങ്ങിക്കുക, അത്രയുമാണ് ഈ ഏജന്റ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന് വിൽക്കാൻ ആവശ്യമുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസേഴ്സിന്റെ റിസ്കില് അയച്ചു കൊടുക്കും. അങ്ങനെ ആ അയച്ചു കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ കൺസൈൻമെന്റ് സിംപ്ലി മീൻസ് ട്രാൻസ്ഫർ ഓഫ് പ്രോഡക്ട്സ് ഫ്രം പ്രൊഡ്യൂസേഴ്സ് ടു ദയർ ഏജന്റ്സ് ഫോർ ദ പർപ്പസ് ഓഫ് സെല്ലിംഗ് അറ്റ് ദ റിസ്ക് ഓഫ് പ്രൊഡ്യൂസർ. അപ്പൊ ഈ വിൽപ്പന നടത്തുന്നത് ഏജന്റുമാരാണ്. അപ്പൊ ഏജന്റുമാർക്ക് വിൽക്കാനുള്ള പ്രോഡക്ട്സ് പ്രൊഡ്യൂസർ ഏജന്റ്സിന് അയച്ചു കൊടുക്കുന്നു. ആ പ്രോഡക്ട്സ് ആ ഏജന്റിന്റെ കയ്യിൽ എത്തുന്നത് വരെയുള്ള എല്ലാ റിസ്ക്കും ഏറ്റെടുക്കുന്നത് നമ്മുടെ പ്രൊഡ്യൂസറാണ്. പ്രൊഡ്യൂസർക്ക് വേണ്ടിയാണ് ഏജന്റ് സെയിൽസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഏജന്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? ആ പ്രൊഡക്റ്റ് ഈ പ്രൊഡ്യൂസർ പറഞ്ഞ അത്രയും എമൗണ്ടിന് ആവശ്യപ്പെടുന്ന ആളുകൾക്ക് വിൽപ്പന നടത്തുക. ആ സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു ഡ്യൂട്ടി മാത്രമാണ് ആക്ച്വലി ഇവിടെ ഏജൻസ് പ്രൊഡ്യൂസേഴ്സിന് വേണ്ടി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ സെയിൽസിന് വേണ്ടി പ്രോഡക്ട്സ് അയച്ചു കൊടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരാള് പ്രോഡക്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട് ഒരാളിലേക്ക്. അപ്പൊ ദ പേഴ്സൺ ഹൂ സെൻഡ് ദ പ്രോഡക്റ്റ് നോൺ ആസ് കൺസൈനർ. ആരാണോ ഈ പ്രോഡക്ട്സ് അയച്ചു കൊടുക്കുന്നത് ആ വ്യക്തിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺസൈനർ. ആൻഡ് ദ പേഴ്സൺ ടു ഹും ദ പ്രോഡക്ട്സ് ആർ സെൻഡ് ഈസ് നോൺ ആസ് കൺസൈനി. ആരിലേക്കാണോ അല്ലെങ്കിൽ ആർക്കാണോ നമ്മൾ പ്രോഡക്റ്റ് അയച്ചു കൊടുക്കുന്നത് അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺസൈനി. അപ്പൊ കൺസൈൻമെന്റ് ഈസ് എ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ കൺസൈനർ ആൻഡ് കൺസൈനി. കൺസൈനറുടെയും കൺസൈനിയുടെയും ഇടയിലുള്ള ഗുഡ്സിന്റെ ഒരു ട്രാൻസാക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൺസൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പോ ആരാണോ അയച്ചു കൊടുക്കുന്നത് അവർക്ക് ഔട്ട്വേർഡ് കൺസൈൻമെന്റ് ആണ്. ആർക്കാണോ കിട്ടുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇൻവേർഡ് കൺസൈൻമെന്റ് ആണ്. കാരണം അവർക്ക് ഗുഡ്സ് ഇങ്ങോട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. ഈ അയക്കുന്ന ആൾക്ക് കൺസൈനർ എന്ന് പറയുമ്പോൾ അദ്ദേഹം അങ്ങോട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കൺസൈനറെ സംബന്ധിച്ചിടത്തോളം കൺസൈൻമെന്റ് എന്ന് പറയുന്നത് ഔട്ട്വേർഡ് കൺസൈൻമെന്റ് ആണ്. ഈ കൺസൈനിയെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്? ഇൻസൈഡ്
കൺസൈൻമെന്റ് ആണ്, ഇൻവേർഡ്സ് ആണ്. ഔട്ട്വേർഡ്സും ഇൻവേർഡ്സും, ഔട്ട്വേർഡ് കൺസൈൻമെന്റും ഇൻവേർഡ് കൺസൈൻമെന്റും. അപ്പൊ കൺസൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡ്യൂസർ അദ്ദേഹത്തിന്റെ ഉൽപ്പന്നങ്ങൾ അവയുടെ വിൽപ്പനയ്ക്കു വേണ്ടി അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഏജന്റുമാർക്ക്, കീഴിലുള്ള എന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏജന്റുമാർക്ക് അയച്ചു കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കൺസൈൻമെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ കൺസൈൻമെന്റിനെ കുറിച്ചിട്ടുള്ള അക്കൗണ്ട് പ്രിപ്പറേഷൻ, കൺസൈൻമെന്റിൽ നമ്മൾ എന്തൊക്കെ അക്കൗണ്ടുകൾ എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് പഠിക്കുന്ന ചാപ്റ്റർ ആണ് കൺസൈൻമെന്റ് അക്കൗണ്ടിങ്. 2 ചാപ്റ്ററുകളിലായാണ് നമ്മൾ കൺസൈൻമെന്റ് പഠിക്കുന്നത്, യൂണിറ്റ് 15ഉം യൂണിറ്റ് 16ഉം. അപ്പൊ യൂണിറ്റ് 15ല് കൺസൈൻമെന്റ് ഫസ്റ്റ് പോർഷൻ, ഫീച്ചേഴ്സ് ഓഫ് കൺസൈൻമെന്റ്. ഈ കൺസൈൻമെന്റ് എന്താണെന്നുള്ളതിന്റെ മീനിങ് നമ്മൾ നോക്കി. അപ്പൊ കൺസൈൻമെന്റില് കൺസൈനർക്ക് വേണ്ടിയാണ് കൺസൈനി സെയിൽസ് നടത്തുന്നത്. അപ്പൊ ഈ കൺസൈൻമെന്റ് സെയിൽസിന്റെ അല്ലെങ്കിൽ കൺസൈൻമെന്റിന്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്? ഏറ്റവും ആദ്യമായി പറയുന്നത്, ഇൻ കൺസൈൻമെന്റ് ദ ഗുഡ്സ് ആർ ഫോർവേഡഡ് ഫ്രം കൺസൈനർ ടു കൺസൈനി വിത്ത് ദ മെയിൻ ഒബ്ജക്ട് ടു സെയിൽ ഫോർ പ്രോഫിറ്റ്. അപ്പൊ ഈ കൺസൈൻമെന്റ് എന്ന് പറയുന്ന ഈ ട്രാൻസാക്ഷന്റെ പ്രത്യേകത, കൺസൈൻമെന്റില് കൺസൈനറിൽ നിന്ന് കൺസൈനിയിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്തിനു വേണ്ടി മാത്രമാണ്? ആ പ്രോഡക്റ്റ് ഏറ്റവും കൂടുതൽ ലാഭത്തിന് വിൽക്കാൻ വേണ്ടിയാണ് കൺസൈനർ പ്രോഡക്ട്സ് കൺസൈനിക്ക് അയച്ചു കൊടുക്കുന്നത്. ദെൻ രണ്ടാമതായി പറയുന്നത്, അപ്പൊ ഇവിടെ ഈ സെല്ലിംഗ് എന്ന് പറയുന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. കൺസൈനർ കൺസൈനിക്ക് ഗുഡ്സ് അയച്ചു കൊടുക്കുമ്പോൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും, ഇത്ര രൂപയ്ക്ക് ഈ പ്രൊഡക്റ്റ് സെയിൽസ് നടത്തണം. അപ്പൊ അവിടെ കൺസൈനർ എന്താണോ ഇൻസ്ട്രക്ഷൻ നടത്തിയത് അതിനനുസരിച്ച് ആ പ്രോഡക്റ്റ് വിൽക്കുക എന്നുള്ളത് മാത്രമാണ് കൺസൈനിയുടെ റെസ്പോൺസിബിലിറ്റി. അപ്പൊ കൺസൈനറുടെ റിസ്കിലാണ് ആ ഗുഡ്സിന്റെ ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പൊ എന്തെങ്കിലും കാരണവശാൽ ആ ഗുഡ്സിന് എന്തെങ്കിലും ഡാമേജ് വന്നാൽ അത് കൺസൈനറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അല്ലാതെ കൺസൈനിക്ക് അതുമായി യാതൊരു റിലേഷനുമില്ല. അദ്ദേഹത്തിന് പറഞ്ഞ വിലയ്ക്ക് ആ പ്രോഡക്ട്സിന്റെ സെയിൽസ് നടത്തി കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം മാത്രമേ കൺസൈനിക്കുള്ളൂ. ദെൻ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്, the goods are properties belonging to consignor. കൺസൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും ഗുഡ്സ് കൺസൈനിക്ക് വിൽക്കുന്നില്ല. there is no transfer of title and risk. നമ്മുടെ പ്രോഡക്ട്സ് എല്ലായ്പ്പോഴും ആരുടേത് തന്നെയാണ്? കൺസൈനറുടേത് തന്നെയാണ്. അപ്പൊ കൺസൈൻമെന്റിലൂടെ ട്രാൻസ്ഫർ ചെയ്ത് കൺസൈനിയുടെ കയ്യിൽ ഗുഡ്സ് എത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ ഉടമസ്ഥാവകാശം അപ്പോഴും കൺസൈനർക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൺസൈൻമെന്റിലുള്ള ഗുഡ്സിനെ നമ്മൾ പ്രോപ്പർട്ടി ഓഫ് കൺസൈനർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ മൂന്നാമതായി പറയുന്നത്, there is no sales between consignor and consignee. അപ്പൊ കൺസൈനർ ഗുഡ്സ് കൺസൈനിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? ആ പ്രോഡക്ട്സിന്റെ സെയിൽസ് മാക്സിമം പ്രോഫിറ്റില് വിൽപ്പന നടത്താൻ വേണ്ടിയാണ് അയച്ചു കൊടുക്കുന്നത്. പക്ഷെ ആ അയച്ചു കൊടുക്കുമ്പോൾ കൺസൈനർ ഗുഡ്സ് ഒരിക്കലും കൺസൈനിക്ക് വിൽക്കുന്നില്ല. സോ ഹി കാന്റ് ആസ്ക് ഫോർ ദ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. അദ്ദേഹം ആ പ്രോഡക്റ്റ് വിൽക്കുകയല്ല ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നൽകിയ പ്രോഡക്ട്സിന്റെ വിലയ്ക്ക് വേണ്ടി കൺസൈനർക്ക് കൺസൈനിയോട് ചോദിക്കാൻ പറ്റില്ല. സെയിൽസ് നടന്നാലല്ലേ വാങ്ങിച്ച ആളോട് നമുക്ക് വില ചോദിക്കാൻ പറ്റുള്ളൂ. ആ പ്രൈസ് തരണം, നിങ്ങൾക്ക് ഞങ്ങൾ പ്രൊഡക്റ്റ് തന്നില്ലേ എന്ന് ചോദിക്കണമെങ്കിൽ പ്രൊഡക്റ്റ് നമ്മൾ വിൽക്കണം. പക്ഷെ കൺസൈൻമെന്റിൽ വിൽക്കുന്നില്ല, വെറുതെ അയച്ചു കൊടുക്കുന്നേ ഉള്ളൂ വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട്. അപ്പോ കൺസൈനിയോട് ഒരിക്കലും ഈ അയച്ചു കൊടുത്ത പ്രോഡക്ട്സിന്റെ പ്രൈസ് ചോദിക്കാൻ കൺസൈനർക്ക് കഴിയില്ല. എന്നാൽ കൺസൈനിയുടെ കയ്യിൽ എത്തിയ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന് വിറ്റ് കഴിഞ്ഞാൽ അവരിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ട് കൺസൈനർക്ക് അയച്ചു കൊടുക്കണം. അപ്പൊ ഇൻ കൺസൈൻമെന്റ് there is no direct sales between consignor and consignee. Then അടുത്ത പോയിന്റ് ആയിട്ട് പറയുന്നത്, the consignee sells goods
ഫോർ ആൻ എഗ്രീഡ് റേറ്റ് ഓഫ് കമ്മീഷൻ. അപ്പൊ കൺസൈനറുടെ ഗുഡ്സ് ആണ്, വിൽപ്പന നടത്തുന്നത് ആരാണ്? കൺസൈനിയാണ് ഗുഡ്സ് വിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഗുഡ്സ് വിൽക്കുന്നതിന് പകരമായി കൺസൈനി ക്യാൻ റിസീവ് എ കമ്മീഷൻ. കൺസൈനിക്ക് എന്ത് കിട്ടും? അദ്ദേഹം നടത്തിയ സെയിൽസിന് പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു കമ്മീഷൻ കൺസൈനിക്ക് കിട്ടും. അതല്ലാതെ സെയിൽസ് നടത്തിയിട്ട് അതിന്റെ ലാഭമോ നഷ്ടമോ ഒന്നും ആർക്കുള്ളതല്ല? കൺസൈനിക്കുള്ളതല്ല. കാരണം കൺസൈനി വെറും ഒരു ഏജന്റിനെ പോലെ ആക്ട് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ കൺസൈനി ചെയ്യുന്ന ജോലിക്ക് മുൻപേ നിശ്ചയിച്ച പ്രകാരം എത്ര രൂപയാണോ കമ്മീഷനായി നൽകേണ്ടത് അത് കൺസൈനർ കൺസൈനിക്ക് പ്രൊവൈഡ് ചെയ്യും. ദെൻ അടുത്തതായി പറയുന്നത് ദ റിലേഷൻ ബിറ്റ്വീൻ കൺസൈനർ ആൻഡ് കൺസൈനി ഈസ് ജസ്റ്റ് ലൈക്ക് ആൻ പ്രിൻസിപ്പൽ ആൻഡ് ഏജന്റ്. ഒരു ജോലി ചെയ്യാൻ പറഞ്ഞ് ഒരാള് വേറൊരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഏൽപ്പിക്കുന്ന ആള് പ്രിൻസിപ്പൽ, ആ ജോലി ഇദ്ദേഹത്തിന് വേണ്ടി ആ ജോലി ചെയ്യുന്ന ആള് ഏജന്റ്. അതേപോലെ ഒരു റിലേഷൻ ആണ് കൺസൈനറും കൺസൈനിയും തമ്മിലുള്ളത്. കാരണം കൺസൈനറുടെ ഗുഡ്സ് വിൽക്കാൻ വേണ്ടി കൺസൈനർ ഏൽപ്പിക്കുന്ന ആളാണ് കൺസൈനി. അപ്പൊ കൺസൈനർക്ക് വേണ്ടി സെയിൽസ് നടത്തുന്ന ഒരു ഏജന്റ് ആണ് നമ്മുടെ കൺസൈനി. അപ്പൊ ഈ കൺസൈനിക്ക് എന്തിനു മാത്രമേ ബാധ്യതയുള്ളൂ? ഹിസ് ലയബിലിറ്റി സ്റ്റാർട്ട്സ് വെൻ എ പേഴ്സൺ പർച്ചേസസ് ദ പ്രോഡക്റ്റ് ഫ്രം കൺസൈനി. കൺസൈനർ ഏൽപ്പിച്ചു കൊടുത്ത ഗുഡ്സ് കൺസൈനിയുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും വാങ്ങിക്കുമ്പോൾ മാത്രമേ കൺസൈനിയുടെ ഉത്തരവാദിത്വം തുടങ്ങുന്നുള്ളൂ. അതായത് ഇവരിൽ നിന്ന് ഈ വസ്തു വിറ്റിട്ട് എന്താണോ കിട്ടിയത് അത് കൺസൈനി ആർക്ക് അയച്ചു കൊടുക്കണം? നമ്മുടെ കൺസൈനർക്ക് അയച്ചു കൊടുക്കണം. ദെൻ അടുത്ത ഫീച്ചർ ആയിട്ട് പറയുന്നത് ആസ് ദർ ഈസ് നോ ഡയറക്റ്റ് സെയിൽ the expenses met by the consignee should be reimbursed by the consigner. കൺസൈൻമെന്റില് ഗുഡ്സ് കൺസൈനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ ഗുഡ്സിന്റെ ഉടമസ്ഥാവകാശം കൊടുക്കുന്നില്ല. ഉടമസ്ഥൻ അപ്പോഴും കൺസൈനർ തന്നെയാണ്, ഒരു റിസ്ക്കും ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ കൺസൈനിക്ക് ആകെ ഒരു ഒറ്റ ഉത്തരവാദിത്തമേ ഉള്ളൂ, അത് എത്ര രൂപയ്ക്കാണോ വിറ്റത് ആ പൈസ കൺസൈനർക്ക് അയച്ചു കൊടുക്കുക എന്നുള്ളൊരു ലയബിലിറ്റി. അപ്പൊ ഈ കേസില് കൺസൈനിക്ക് നിയമപ്രകാരം എന്തെല്ലാം ചെലവുകളാണോ വന്നിട്ടുള്ളത്, ഈ കൺസൈൻമെന്റുമായി റിലേറ്റഡ് ആയി കൺസൈനിക്ക് എന്തെങ്കിലും എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൺസൈനർ റീഇംബേഴ്സ് ചെയ്തു കൊടുക്കണം. കാരണം കൺസൈനിക്ക് അവിടെ യാതൊരു റോളും ഇല്ല. അദ്ദേഹത്തിനൊരു കമ്മീഷൻ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജന്റ് അത്ര മാത്രമേ അവകാശമുള്ളൂ. അപ്പൊ ഈ ഗുഡ്സിന്റെ കൺസൈൻമെന്റുമായി റിലേറ്റഡ് ആയി എന്തെങ്കിലും എക്സ്പെൻസിന് കൺസൈനിക്ക് പൈസ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ പൈസ കൺസൈനർ റീഇംബേഴ്സ് ചെയ്യണം. ദെൻ അടുത്ത ഫീച്ചർ ആയിട്ട് പറയുന്നത് ഇഫ് ദർ ഈസ് എനി സ്റ്റോക്ക് ഓഫ് അൺസോൾഡ് ഗുഡ്സ് വിത്ത് ദ കൺസൈനി ഇറ്റ് ബിലോങ്സ് ടു കൺസൈനർ. എല്ലാം കൺസൈനറുടെ പ്രൊഡക്റ്റ് ആണ്. അദ്ദേഹം ആ പ്രോഡക്ട്സ് ഒന്ന് വിറ്റൊഴിവാക്കാൻ വേണ്ടിയാണ് കൺസൈനിയെ ഏൽപ്പിക്കുന്നത്. അപ്പൊ ഒരു പർട്ടിക്കുലർ പീരിയഡ് കഴിയുന്ന സമയത്ത് കൺസൈനിയുടെ കയ്യിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് വിൽക്കാതെ ബാക്കിയുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് വിൽക്കാതെ അവിടെ കിടക്കുന്ന ഫിനിഷ്ഡ് ഗുഡ്സ് ഒക്കെയാണ് ക്ലോസിംഗ് സ്റ്റോക്കിൽ വരിക. അപ്പൊ അങ്ങനെയുള്ള അൺസോൾഡ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് കൺസൈനർക്ക് അവകാശപ്പെട്ടതാണ്. കാരണം കൺസൈൻമെന്റിൽ സെയിൽസ് ഇല്ല, ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഗുഡ്സ്, ആ വിൽക്കാതെ കിടക്കുന്ന ഗുഡ്സ് കൺസൈനറുടെ ഓണർഷിപ്പിൽ പെട്ടതാണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് as an agent of sale the consignee have no right on profit or loss made on sales. ഇപ്പൊ കൺസൈൻമെന്റിൽ നമ്മൾ പറഞ്ഞു ഒരു പ്രൊഡ്യൂസർ ഉണ്ട്, ആ പ്രൊഡ്യൂസർക്ക് വേണ്ടി പ്രോഡക്റ്റ് വിൽക്കുന്നത് കൺസൈനിയാണ്.
അപ്പൊ പ്രൊഡക്റ്റ് വിൽക്കുന്നത് ആരാ? കൺസൈനിയാണ്. പക്ഷേ കൺസൈനി ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? കൺസൈനർക്ക് വേണ്ടി. അപ്പൊ ഈ പ്രൊഡക്റ്റിന്റെ സെയിൽസില് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അതിന് ഈ കൺസൈനിക്ക് യാതൊരു അവകാശവും ഇല്ല. ആ പ്രോഫിറ്റോ ലോസോ ആർക്കുള്ളതാണ്? നമ്മുടെ കൺസൈനർക്കുള്ളതാണ്. കാരണം ഗുഡ്സിന്റെ എല്ലാ റിസ്കും ഏറ്റെടുക്കുന്നത് കൺസൈനർ ആണ്. അതേപോലെ ഗുഡ്സിന്റെ ടൈറ്റിൽ ഒരിക്കലും കൺസൈനിക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഗുഡ്സിന്റെ സെയിൽസിൽ നിന്ന് എന്തെങ്കിലും ഒരു ലാഭമോ നഷ്ടമോ ഉണ്ടായാൽ അത് കൺസൈനർക്ക് അവകാശപ്പെട്ടതാണ്. ഒരിക്കലും കൺസൈനിക്ക് അതിൽ നിന്ന് എന്ത് കിട്ടില്ല? യാതൊരു അവകാശമില്ല, പ്രോഫിറ്റിലോ ലോസിലോ. പക്ഷെ അദ്ദേഹത്തിന് എന്തിനുള്ള അവകാശമുണ്ട്? അഗ്രീഡ് റേറ്റ് ഓഫ് കമ്മീഷൻ. അദ്ദേഹം നടത്തുന്ന സെയിൽസിന് ഇത്ര ശതമാനം കമ്മീഷൻ തരാമെന്ന് ആദ്യം അദ്ദേഹത്തിനോട് കൺസൈനർ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ പർട്ടിക്കുലർ അഗ്രീഡ് റേറ്റ് ഓഫ് കമ്മീഷൻ റിസീവ് ചെയ്യാനുള്ള അവകാശം നമ്മുടെ കൺസൈനിക്ക് ഉണ്ട്. ഇത്രയുമാണ് കൺസൈൻമെന്റ് എന്ന് പറയുന്ന ട്രാൻസാക്ഷന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ്. നെക്സ്റ്റ് ടോപ്പിക്, ഡിഫറൻസസ് ബിറ്റ്വീൻ കൺസൈൻമെന്റ് ആൻഡ് സെയിൽസ്. ഒരു നോർമൽ കോൺട്രാക്റ്റ് ഓഫ് സെയിലും അല്ലെങ്കിൽ സെയിൽസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സും നമ്മുടെ കൺസൈൻമെന്റ് എന്ന് പറയുന്ന ട്രാൻസാക്ഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും ആദ്യമായി പറയുന്നത് ബേസിസ് ഓഫ് ഡിഫറൻസ് എന്ന് പറയുന്നത് പാർട്ടീസ് ഇൻവോൾവ്ഡ് ആണ്. ഈ രണ്ട് ട്രാൻസാക്ഷനുകളിലും സെയിൽസിലാണെങ്കിലും അല്ലെങ്കിൽ കൺസൈൻമെന്റിലാണെങ്കിലും ആരൊക്കെയാണ്, ഏതൊക്കെ പാർട്ടീസ് ആണ് ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത്? ഏറ്റവും ആദ്യമായി പറയുന്നത് ഇൻ സെയിൽസ് the engaged parties are seller and buyer. സെയിൽസ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള രണ്ട് പാർട്ടീസ് ആരാണ്? സെല്ലറും ബയറും. The person who sells the product is known as seller and the person who buys the product is known as buyer. ആരാണോ പ്രൊഡക്റ്റ് വിൽക്കുന്നത് അയാളെ നമ്മൾ സെല്ലർ എന്ന് പറയുന്നു, വാങ്ങിക്കുന്ന ആളെ ബയർ എന്ന് പറയുന്നു. അപ്പൊ സെയിൽസ് എന്ന് പറയുന്ന ട്രാൻസാക്ഷനിലെ രണ്ട് പാർട്ടികൾ എന്ന് പറയുന്നത് ആരാണ്? ഒന്ന് ബയറും പിന്നെ ഒന്ന് സെല്ലറും. On the other hand, the parties engaged or involved in consignment transaction is known as consignor and consignee. കൺസൈൻമെന്റിലുള്ള പാർട്ടീസ് ആരൊക്കെയാണ്? കൺസൈനറും കൺസൈനിയും. ഗുഡ്സ് അയച്ചു കൊടുക്കുന്ന ആളും ഗുഡ്സ് സ്വീകരിക്കുന്ന ആളും. ദെൻ അടുത്ത ഡിഫറൻസ് ആയിട്ട് പറയുന്നത് ബേസിസ് ഓഫ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഓണർഷിപ്പ് ആൻഡ് ടൈറ്റിൽ ആണ്. നമ്മൾ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന ഗുഡ്സിന്റെ ഓണർഷിപ്പും ടൈറ്റിലും എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഇൻ കേസ് ഓഫ് സെയിൽസ് the ownership of the goods are transferred from seller to buyer. എപ്പോഴാണോ വിൽപ്പന നടക്കുന്നത് അതിന്റെ ഇമ്മീഡിയറ്റ് എഫക്റ്റ് ആയിട്ട് ആ പ്രോഡക്ട്സിന്റെ വിറ്റ പ്രോഡക്ട്സിന്റെ ഓണർഷിപ്പ് സെല്ലറിൽ നിന്ന് ബയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അതേസമയം കൺസൈനറുടെയും കൺസൈനിയുടെയും ഇടയിൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ഉണ്ടോ? ഇല്ല. ദ കൺസൈനർ will not transfer its ownership to കൺസൈനി. കൺസൈനർ ഒരിക്കലും ചെയ്യില്ല, അയച്ചു കൊടുക്കില്ല. അദ്ദേഹത്തിന്റെ ടൈറ്റിൽ ഓഫ് ഓണർഷിപ്പ് കൺസൈനിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഉടമസ്ഥാവകാശം, ഗുഡ്സിന്റെ ഉടമസ്ഥാവകാശം കൺസൈനറുടെ കയ്യിൽ തന്നെയാണ്. അത് അദ്ദേഹം കൺസൈൻമെന്റില് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ദെൻ മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് റിലേഷൻഷിപ്പ് ആണ്. ഇപ്പൊ പാർട്ടീസ് ആരൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. സെയിൽസിലെ പാർട്ടീസ് ആരാണ്? സെല്ലറും ബയറും. കൺസൈൻമെന്റിലെ പാർട്ടീസ് കൺസൈനറും കൺസൈനിയും. ഇവർ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? ഇൻ കേസ് ഓഫ് സെയിൽ ദ റിലേഷൻ ബിറ്റ്വീൻ സെല്ലർ ആൻഡ് ബയർ ഈസ് ജസ്റ്റ് ലൈക്ക് ക്രെഡിറ്റർ ആൻഡ് ഡെപ്റ്റർ. പണം കടം കൊടുത്ത ഒരാളും അത് തിരിച്ചു നൽകേണ്ട ഒരാളും. ആ റിലേഷൻ ആണ് സെയിൽസില്. ഗുഡ്സ് അങ്ങോട്ട് കൊടുക്കുന്നു, ക്യാഷ് ഇങ്ങോട്ട് വാങ്ങിക്കുന്നു. അപ്പൊ സെല്ലർ ആൻഡ് ബയർ അവർക്കിടയിലെ റിലേഷൻ എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്ററും ഡെപ്റ്ററും എങ്ങനെയാണോ അതേപോലെയാണ്. കടം കൊടുക്കാനുള്ള ആളും കിട്ടാനുള്ള ആളും, അതേപോലെ ക്യാഷ് കിട്ടാനുള്ള ആളും കൊടുക്കാനുള്ള ആളും. ആ ഒരു റിലേഷൻ ആണ് സെല്ലറും ബയർക്കും ഇടയിൽ ഉള്ളത്. ഓൺ ദ അതർ ഹാൻഡ്, ഇൻ കേസ് ഓഫ് കൺസൈൻമെന്റ്
consignor and consignee act as agent and principal. അപ്പൊ കൺസൈൻമെന്റിൽ ഇവർ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് വരുന്നത്? ഏജന്റ് ആൻഡ് പ്രിൻസിപ്പൽ. കൺസൈനർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏജന്റ് ആണ് കൺസൈനി. ആ രീതിയിലുള്ള റിലേഷൻ ആണ് കൺസൈൻമെന്റിലുള്ളത്. ദെൻ നാലാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് എക്സ്പെൻസസ് ആണ്. എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ സെയിൽസില് ബയറും സെല്ലറും ഉണ്ട്. ഗുഡ്സ് വിറ്റ് കഴിഞ്ഞാൽ ബയർ ആണ് ഗുഡ്സിന്റെ ഓണർ. സോ ദ എക്സ്പെൻസസ് റിലേറ്റഡ് വിത്ത് ദ സെയിൽസ് മസ്റ്റ് ബി ബോൺ ബൈ ദ ബയർ. അപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ വിറ്റ് കഴിഞ്ഞു, ആ പ്രോഡക്റ്റിന്റെ വിൽപ്പനയുമായി റിലേറ്റഡ് ആയ എക്സ്പെൻസുകൾ അത് വാങ്ങിക്കുന്ന ആളാണ് സഹിക്കേണ്ടത്. അദ്ദേഹത്തിനാണ് ആ പ്രൊഡക്റ്റ് ആവശ്യം, അദ്ദേഹമാണ് അത് വാങ്ങിച്ചത്. അപ്പോൾ വാങ്ങിക്കുന്ന ആൾക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം വരുന്നത്. അതേസമയം ഇപ്പോ ഇവിടെ എക്സ്പെൻസസ് മെറ്റ് ബൈ കൺസൈനി ഷുഡ് ബി റീഇംബേഴ്സ്ഡ് ബൈ ദ കൺസൈനർ. ഇവിടെ എക്സ്പെൻസ് വരുമ്പോൾ കൺസൈൻമെന്റില് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പെൻസ് കൺസൈനി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൺസൈനർ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കണം. കൺസൈനിക്ക് തിരിച്ചു കൊടുക്കണം. കാരണം കൺസൈനിക്ക് ചെലവുകളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് കൺസൈനറുടെ ഒരു ഏജന്റ് ആയിട്ട് പ്രോഡക്ട്സിന്റെ വിൽപ്പന മാത്രം നോക്കിയാൽ മതി. അപ്പൊ കൺസൈൻമെന്റില് കൺസൈനിയുടെ എക്സ്പെൻസ് കൂടി റിലേറ്റിംഗ് ടു കൺസൈൻമെന്റ് ആണ് കേട്ടോ. കൺസൈൻമെന്റുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കൺസൈനിയുടെ ചെലവുകൾ കൂടി വഹിക്കുന്നത് കൺസൈനർ ആണ്. അടുത്തതായി വരുന്ന ടോപ്പിക് സം ഇമ്പോർട്ടൻറ്റ് ടേംസ് യൂസ്ഡ് ഇൻ കൺസൈൻമെന്റ് അക്കൗണ്ട്സ്. കൺസൈൻമെന്റ് അക്കൗണ്ട്സ് പറയുന്ന സമയത്ത് ഒരുപാട് ടേമുകൾ നമ്മൾ കോമൺ ആയി ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന ചില സ്പെഷ്യൽ ടേമുകൾ ഏതൊക്കെയാണ് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിലെ ഫസ്റ്റ് ടേം ആണ് പ്രൊഫോമ ഇൻവോയ്സ്. കൺസൈൻമെന്റ് അക്കൗണ്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് പ്രൊഫോമ ഇൻവോയ്സ്. We know that in consignment some goods are dispatched by consignor to the consignee. It is not a sale. നമ്മൾ കൺസൈൻമെന്റില് കൺസൈനർ കുറേ ഗുഡ്സ് കൺസൈനിക്ക് ഡെസ്പാച്ച് ചെയ്യുന്നുണ്ടെങ്കിലും അത് എന്തല്ല, അതൊരു സെയിൽ അല്ല. അതുകൊണ്ട് തന്നെ ഒരു സെയിൽസുമായി റിലേറ്റഡ് ആയ രീതിയിൽ ഒരുപാട് ഡോക്യുമെന്റ്സ് ഒന്നും നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കാറില്ല. അപ്പൊ ഈ കൺസൈനി ആക്ച്വൽ സെയിൽസ് പോലെ നമ്മൾക്ക് ഒരിക്കലും ഡോക്യുമെന്റ്സ് റെക്കോർഡ് ചെയ്യാൻ കഴിയില്ല. കാരണം കൺസൈൻമെന്റിൽ എന്ത് നടക്കുന്നില്ല, ഗുഡ്സിന്റെ ആക്ച്വൽ സെയിൽസ് നടക്കുന്നില്ല. അപ്പൊ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് ആ ഗുഡ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും, അതേപോലെ ഗുഡ്സ് ഡെസ്പാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസൈനർക്ക് എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് സെൻഡ് ചെയ്യണ്ടേ. അതിനുവേണ്ടി കൺസൈനർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് പ്രൊഫോമ ഇൻവോയ്സ്. അപ്പൊ ഈ പ്രൊഫോമ ഇൻവോയ്സിൽ നമ്മൾ കൺസൈനർ ഡെസ്പാച്ച് ചെയ്യുന്ന പ്രോഡക്ട്സിന്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കും. എത്ര യൂണിറ്റ് പ്രൊഡക്റ്റ് ആണ് ഡെസ്പാച്ച് ചെയ്യുന്നത്, ആ യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റിന്റെ പ്രൈസ് എത്രയാണ്, എത്ര രൂപയ്ക്കാണ് നമ്മുടെ കൺസൈനി ഇത് സെയിൽസ് നടത്തേണ്ടത്, അതേപോലെ കൺസൈനറുടെ നെയിം ആൻഡ് ഡീറ്റെയിൽസ്, കൺസൈനിയുടെ നെയിം ആൻഡ് ഡീറ്റെയിൽസ്, കൺസൈൻമെന്റ് ഡേറ്റ്, അതുപോലെ കൺസൈൻ ചെയ്യുന്ന ടേംസ് അല്ലെങ്കിൽ ഏതിലൂടെയാണ് കൺസൈൻമെന്റ് നടത്തുന്നത്, അങ്ങനെയുള്ള എല്ലാ വിശദാംശങ്ങളും ഈ പ്രൊഫോമ ഇൻവോയ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു ഫോർമാറ്റ് സ്പെസിമെൻ ഓഫ് പ്രൊഫോമ ഇൻവോയ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് നമ്മൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി എങ്ങനെയാണ് കൺസൈനർ പ്രൊഫോമ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഈ പ്രൊഫോമ ഇൻവോയ്സിന്റെ ഏറ്റവും ടോപ്പിൽ നമ്മൾ ഇവരുടെ പേരെഴുതും, കൺസൈനറുടെ പേരെഴുതും. ഇപ്പൊ ഇതിലെ ഈ എക്സാമ്പിൾ തന്നിട്ടുള്ളത് ബാബർ ട്രേഡേഴ്സ്. നമ്മുടെ കൺസൈനറുടെ പേര്, ഗുഡ്സ് ഡിസ്പാച്ച് ചെയ്യുന്ന കൺസൈനേഴ്സിന്റെ പേര് ബാബർ ട്രേഡേഴ്സ് എന്നാണ്. അപ്പൊ ഈ പ്രൊഫോമ ഇൻവോയ്സിന്റെ ഏറ്റവും ടോപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ബാബർ ട്രേഡേഴ്സ് എന്ന് ആ കൺസൈനറുടെ നെയിം എഴുതുന്നു. ദെൻ പ്രൊഫോമ ഇൻവോയ്സിൽ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോർ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് ബേസിസ് ടു. കൺസൈൻമെന്റ് ബേസിസിൽ നമ്മൾ ഗുഡ്സ് അയച്ചു കൊടുക്കുകയാണ്.
ആർക്കാണ് അയച്ചു കൊടുക്കുന്നത്. അതായത് നമ്മുടെ കൺസൈനിയുടെ അഡ്രസ്സ് അത് ഇവിടെ എഴുതും. പ്രൊഫോമ ഇൻവോയ്സില് ലെഫ്റ്റ് ഹാൻഡ് സൈഡില് നമ്മൾ കൺസൈനിയുടെ അഡ്രസ്സ് എഴുതും. ദെൻ റൈറ്റ് ഹാൻഡ് സൈഡിലായിട്ട് എന്ത് എഴുതുന്നു? നമ്മുടെ അഡ്രസ്സ്. കൺസൈനർ, ഇപ്പൊ ബാബർ ട്രേഡേഴ്സ് അല്ലേ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്, അവരാണ് ഗുഡ്സ് അയച്ചു കൊടുക്കുന്നത്. അപ്പൊ നമ്മളുടെ അഡ്രസ്സ് അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കും. ഇപ്പൊ 222 മൗണ്ട് റോഡ്, ചെന്നൈ. പിന്നെ ഡേറ്റ്, അന്നത്തെ ഡേറ്റ് എത്രയാണ്? ഇപ്പോൾ ഒക്ടോബർ 10, 2018 എന്നാണെങ്കിൽ ആ ഡേറ്റും അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കും. അപ്പോ കൺസൈനറുടെ അഡ്രസ്സുമായി കൺസൈനിയുടെ അഡ്രസ്സുമായി. ഇനി നമ്മൾക്ക് വേണ്ടത് എന്താ? ഡെസ്പാച്ച് ചെയ്ത ഗുഡ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പൊ ഇവിടെ 3 കോളമായിട്ട് നമ്മൾ കൊടുക്കും. 1 സീരിയൽ നമ്പർ, 2 പർട്ടിക്കുലേഴ്സ്, 3 എമൗണ്ട് കോളം. അപ്പൊ സീരിയൽ നമ്പറിന്റെ കോളം, പർട്ടിക്കുലേഴ്സിന്റെ കോളം, എമൗണ്ടിന്റെ കോളം. പർട്ടിക്കുലേഴ്സിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് കൊടുക്കുന്നത്? ഡാഷ് യൂണിറ്റ്സ് അറ്റ് ഡാഷ് റുപ്പീസ് ഈച്ച്. അതായത് എന്താണോ നമ്മൾ സെൻഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിന്റെ എണ്ണം, ഒരു പ്രൊഡക്റ്റ് എത്ര രൂപയ്ക്കാണ് വിൽക്കേണ്ടത്, അങ്ങനെ യൂണിറ്റും റേറ്റും പർട്ടിക്കുലേഴ്സിൽ കൊടുക്കും. ദെൻ അതിന്റെ എമൗണ്ട് കോളത്തിൽ കാണിക്കും. എത്ര യൂണിറ്റ് പ്രൊഡക്റ്റ് ആണോ ഡെസ്പാച്ച് ചെയ്യുന്നത്, ആ യൂണിറ്റിന്റെ നമ്പർ, അതുപോലെ ഒരു യൂണിറ്റിന്റെ പ്രൈസ്, അങ്ങനെ ടോട്ടൽ പ്രൈസ് നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഇനി ഇതിനു പുറമെ ഇപ്പൊ ഗുഡ്സിന്റെ യൂണിറ്റും റേറ്റും എഴുതുന്നതിന് പുറമെ പർട്ടിക്കുലർ കോളത്തിൽ നമ്മൾ എന്തുകൂടി എഴുതും? ഇഫ് എനി ചാർജസ് ഇൻകേർഡ് ബൈ ദ കൺസൈനർ ഫോർ ദ കൺസൈൻമെന്റ്. നമ്മൾ ഈ ഗുഡ്സ് അയച്ചു കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ കൺസൈനർക്ക് എന്തെങ്കിലും ചിലവുകൾ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ പാക്കിങ്ങിന് വേണ്ടി എക്സ്പെൻസ് വന്നിട്ടുണ്ടായിരിക്കും, കാർട്ടേജ് വന്നിട്ടുണ്ടായിരിക്കും, ട്രാൻസ്പോർട്ടേഷനോ അങ്ങനെ എന്തെങ്കിലും ഈ കൺസൈൻമെന്റ് ഡെസ്പാച്ച് ചെയ്യുന്നതിന് വേണ്ടി നമ്മളുടെ കൺസൈനർ മീറ്റ് ചെയ്ത എക്സ്പെൻസുകൾ നമ്മളിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് എഴുതും. ഇത് നമ്മൾക്ക് കൺസൈൻമെന്റിന് വേണ്ടി വന്ന ചെലവാണ്. ആ എക്സ്പെൻസുകൾ പർട്ടിക്കുലറിൽ വെച്ച് തന്നെ ടോട്ടൽ ചെയ്തിട്ട് അഗ്രിഗേറ്റ് എമൗണ്ട് മാത്രം എമൗണ്ട് കോളത്തിലേക്ക് എഴുതും. ദെൻ ആ 2 എമൗണ്ട് കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് എഴുതും? ടോട്ടൽ എമൗണ്ട് എഴുതും. അപ്പൊ ആ കൺസൈൻമെന്റിലുള്ള ഗുഡ്സിന്റെ ടോട്ടൽ പ്രൈസും നമ്മൾക്ക് ഇൻകർ ചെയ്തിട്ടുള്ള എക്സ്പെൻസുകളും അത് മൊത്തം ടോട്ടൽ ചെയ്തിട്ട് നമ്മൾ ടോട്ടൽ എമൗണ്ട് കോളത്തിൽ എൻ്റർ ചെയ്യും. ദെൻ അതിന് താഴെയായി നമ്മൾ എന്ത് എഴുതും? എങ്ങനെയാണ് ഗുഡ്സ് കൺസൈൻ ചെയ്തിട്ടുള്ളത്, ആ കൺസൈൻമെന്റിന്റെ ഡീറ്റെയിൽസ് എഴുതും. ഇപ്പൊ ഗുഡ്സ് ഡെസ്പാച്ച്ഡ് വൈഡ്, പിന്നെ അതിന്റെ RR നമ്പറോ അങ്ങനെ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉള്ളതെങ്കിൽ അത് എഴുതും. ഡേറ്റഡ്, ആ ഡേറ്റ് എഴുതും. പിന്നെ ഫ്രൈറ്റ് ടു പേ, കൺസൈനി ഗുഡ്സ് റിസീവ് ചെയ്യുന്ന സമയത്ത് ഫ്രൈറ്റോ ഒക്ട്രോയോ ഒക്കെ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും ചിലപ്പോൾ. അപ്പൊ അങ്ങനെ എന്തൊക്കെ പേയ്മെന്റ് ആണോ കൊടുക്കേണ്ടത് അത് നമ്മൾ ഈ പർട്ടിക്കുലർ കോളത്തിന് താഴെയായി റെക്കോർഡ് ചെയ്ത് വെക്കും. ദെൻ അതിന്റെ താഴെയായിട്ട് ഒരു കോളത്തിൽ പ്രൊവൈഡ് ചെയ്യും. ഇവിടെ എഴുതും E&OE. ദെൻ ഇവിടെ ഫോർ ബാബർ ട്രേഡേഴ്സ് എന്ന് എഴുതിയിട്ട് പാർട്ട്ണറുടെ പേര്, അദ്ദേഹത്തിന്റെ സൈനോ ഡീറ്റെയിൽസും, അതായത് നമ്മുടെ കൺസൈനർക്ക് വേണ്ടി ആരാണോ ഡോക്യുമെന്റ് ഓതറൈസ് ചെയ്യുന്നത് അതാണ് ഇവിടെ റൈറ്റ് ഹാൻഡിൽ ഏറ്റവും താഴെയായിട്ട് കൊടുക്കുന്നത്. ഇവിടെ ഒരു ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട് E&OE. E&OE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറേഴ്സ് ആൻഡ് ഒമിഷൻ എക്സ്പെക്റ്റഡ്. അതായത് ഇപ്പൊ റഫായിട്ട് ഉണ്ടാക്കിയ ഒരു ഡോക്യുമെന്റ് അല്ലേ, അപ്പൊ അതില് ചിലപ്പോ തെറ്റുകളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ചെറിയ ചെറിയ തെറ്റുകളെല്ലാം ചിലപ്പോ ചില കാര്യങ്ങൾ വിട്ടുപോവുകയോ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വരികയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ് E&OE, അതായത് എറേഴ്സ് ആൻഡ് ഒമിഷൻ എക്സ്പെക്റ്റഡ്. ഇത്രയുമാണ് ഒരു പ്രൊഫോമ ഇൻവോയ്സിന്റെ ഫോർമാറ്റ്. അപ്പൊ പ്രൊഫോമ ഇൻവോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡോക്യുമെന്റ് പ്രിപ്പയർഡ് ആൻഡ് submitted or dispatched by the consignor along with the goods to the consignee. ആരാണോ ഗുഡ്സ് കൺസൈൻമെന്റ് നടത്തുന്നത് ആ കൺസൈനർ പ്രിപ്പയർ ചെയ്ത് ഗുഡ്സിന്റെ കൂടെ അയച്ചു കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് പ്രൊഫോമ ഇൻവോയ്സ്. കാരണം കൺസൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെയിൽസ് അല്ല, അപ്പോൾ സെയിൽസിനെ അടിസ്ഥാനമാക്കിയുള്ള ഡോക്യുമെന്റുകൾ ഉണ്ടായിരിക്കില്ല. അപ്പൊ കൺസൈൻമെന്റ് റിലേറ്റഡ് ആയിട്ട് കൺസൈനർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് പ്രൊഫോമ ഇൻവോയ്സ്. കൺസൈൻമെന്റ് അക്കൗണ്ടിൽ നെക്സ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് അക്കൗണ്ട് സെയിൽസ്.
ഇപ്പോൾ നമ്മൾ പ്രൊഫോമ ഇൻവോയ്സ് പറഞ്ഞു. പ്രൊഫോമ ഇൻവോയ്സ് ഈസ് പ്രിപ്പയർഡ് ബൈ കൺസൈനർ ആൻഡ് സെൻഡ് ടു കൺസൈനി. കൺസൈനർ ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഏതെല്ലാം ഗുഡ്സ് ആണ് കൺസൈൻമെന്റിലെ കൺസൈനിക്ക് അയച്ചു കൊടുക്കുന്നത്, അതിന്റെ റേറ്റ് എത്രയാണ്, യൂണിറ്റ് എത്രയാണ്, അങ്ങനെയുള്ള വിശദാംശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൺസൈനർ പ്രിപ്പയർ ചെയ്ത് അയച്ചു കൊടുക്കുന്ന ഡോക്യുമെന്റ് ആണ് പ്രൊഫോമ ഇൻവോയ്സ്. ഇനി രണ്ടാമത്തെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് അക്കൗണ്ട് സെയിൽസ് ആണ്. അക്കൗണ്ട് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ കൺസൈനി ആൻഡ് സെൻഡ് ടു കൺസൈനർ. ഇത് ഈ അക്കൗണ്ട് സെയിൽസ് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? കൺസൈനിയാണ്. അപ്പൊ ഈ ഗുഡ്സ് കൺസൈൻമെന്റില് കൺസൈനർ കൺസൈനിക്ക് അയച്ചു കൊടുത്ത ഗുഡ്സ്, അതിന്റെ സെയിൽസ് ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടുള്ള കൺസൈനി പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് അക്കൗണ്ട് സെയിൽസ്. അപ്പൊ ഈ അക്കൗണ്ട് സെയിൽസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സെയിൽസ് പ്രൊസീഡ്സ് ആണ്. നമ്മൾക്ക് ആ ഗുഡ്സ് വിറ്റിട്ട് എത്ര രൂപ കിട്ടി, കൺസൈനിയാണ് കൺസൈനർക്ക് വേണ്ടി ഗുഡ്സിന്റെ സെയിൽസ് നടത്തുന്നത്. അപ്പൊ ആ സെയിൽസ് നടത്തി നമ്മൾക്ക് എത്ര രൂപ കിട്ടി, ആ സെയിൽ പ്രൊസീഡ്സിന്റെ എമൗണ്ട് റെക്കോർഡ് ചെയ്യണം. അതൊക്കെ നമ്മൾ ഏതിലാണ് എഴുതുന്നത്? ഈ കൺസൈനി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് സെയിൽസ് എന്ന് പറയുന്ന ഡോക്യുമെന്റിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും ആദ്യമായി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് സെയിൽ പ്രൊസീഡ്സ് ആണ്. കൺസൈൻമെന്റിലൂടെ കൺസൈനിക്ക് ലഭിച്ച ഗുഡ്സ് വിറ്റിട്ട് അദ്ദേഹത്തിന് എത്ര രൂപ കിട്ടി. ദെൻ അടുത്തതായി ഇൻക്ലൂഡ് ചെയ്യുന്നത് എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദ കൺസൈനി. ഇപ്പൊ നമ്മൾക്ക് ഈ ഗുഡ്സ് കിട്ടിയതിന് ശേഷം കൺസൈനർ നമ്മൾക്ക് അയച്ചു തന്ന ഗുഡ്സ് നമ്മുടെ കയ്യിൽ എത്തുന്ന സമയത്ത് ചിലപ്പോൾ ഫ്രൈറ്റ് ഡ്യൂട്ടി കൺസൈനി ആയിരിക്കാം പേയ്മെന്റ് നടത്തുന്നത്, അല്ലെങ്കിൽ ഒക്ട്രോയിഡ് ഡ്യൂട്ടി എന്നൊക്കെ പറയുന്ന ഒരുപാട് എക്സ്പെൻസുകൾ കൺസൈനിക്ക് മീറ്റ് ചെയ്യേണ്ടതായി വരും. ആ എക്സ്പെൻസസ് അതിൽ ഇൻക്ലൂഡ് ചെയ്യും. അതുപോലെ തന്നെ കമ്മീഷൻ, സെയിൽസിനെ അടിസ്ഥാനമാക്കി കൺസൈനിക്ക് ഒരു റിവാർഡ് കിട്ടും. കൺസൈനറുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന റിവാർഡാണ് കമ്മീഷൻ. അപ്പൊ എത്ര രൂപയാണ് കമ്മീഷനായി കിട്ടാനുള്ളത്, ഇത്രയും രൂപയുടെ സെയിൽസ് നടത്തിയിട്ട് നമ്മൾക്ക് എത്ര രൂപ കമ്മീഷൻ കിട്ടാനുണ്ട്, ആ കമ്മീഷന്റെ ഡീറ്റെയിൽസും അതിലുണ്ടായിരിക്കും. ദെൻ ലാസ്റ്റിൽ പറയുന്നത് അഡ്വാൻസസ് ആണ്. ചില സമയത്ത് എന്ത് ചെയ്യും, കൺസൈനർ ഗുഡ്സ് കൺസൈനിക്ക് അയച്ചു കൊടുക്കും. അപ്പൊ കുറെ വിലപിടിപ്പുള്ള ഗുഡ്സ് നമ്മൾ കൺസൈനിക്ക് അയച്ചു കൊടുക്കാണ്. ആ കൺസൈനി അപ്പോൾ തന്നെ നമുക്ക് പൈസ തരുന്നുണ്ടോ? ഇല്ല, സെയിൽസ് അല്ല. സെയിൽസ് ആണെങ്കിൽ ഗുഡ്സ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ക്യാഷ് ഇങ്ങോട്ട് കിട്ടും. ഇവിടെ കൺസൈൻമെന്റ് ആണ്, അപ്പൊ ഗുഡ്സ് അങ്ങോട്ട് കൊടുക്കും. പക്ഷെ എപ്പോഴാണോ അതിന്റെ വിൽപ്പന നടക്കുന്നത് ആ സമയത്തെ നമ്മുടെ കൺസൈനി അതിന്റെ പേയ്മെന്റ് കൺസൈനർക്ക് നൽകുന്നുള്ളൂ. അപ്പൊ ചില സിറ്റുവേഷൻസിൽ കൺസൈനർ എന്ത് ചെയ്യും, കുറച്ച് അഡ്വാൻസ് വാങ്ങിക്കും. കൺസൈനിയുടെ കയ്യിൽ നിന്നും അങ്ങോട്ട് ഗുഡ്സ് കൊടുക്കുന്നതിന് പകരമായി കൺസൈനിയുടെ കയ്യിൽ നിന്ന് കുറച്ച് അഡ്വാൻസ് കൺസൈനർ കളക്ട് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും അഡ്വാൻസ് പേയ്മെന്റ് കൺസൈനി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ അക്കൗണ്ട് സെയിൽസ് എന്ന് പറയുന്ന ഡോക്യുമെന്റിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ എങ്ങനെയാണ് നെറ്റ് എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം? മൊത്തത്തിൽ ഗുഡ്സ് വിറ്റാൽ കിട്ടുന്ന എമൗണ്ട് ആണ് സെയിൽസ് പ്രൊസീഡ്സ്. ഗുഡ്സ് നമ്മുടെ കയ്യിൽ എത്തിയ ഗുഡ്സ് വിറ്റാൽ നമ്മൾക്ക് കിട്ടാൻ സാധ്യതയുള്ള എമൗണ്ട് ആണ് സെയിൽസ് പ്രൊസീഡ്സ്. അതിൽ നിന്ന് എന്ത് ലെസ് ചെയ്യണം? കൺസൈനിക്ക് വന്ന എക്സ്പെൻസ് ലെസ് ചെയ്യണം. ആ റെസിപ്റ്റ് കിട്ടാൻ വേണ്ടി അദ്ദേഹം കയ്യിൽ നിന്ന് എടുത്തു കൊടുത്ത എക്സ്പെൻസ്, അതുപോലെ അദ്ദേഹത്തിന് കിട്ടാനുള്ള കമ്മീഷൻ ലെസ് ചെയ്യണം. അദ്ദേഹം നൽകിയ അഡ്വാൻസ് അതും ലെസ് ചെയ്യണം. എന്നിട്ട് ബാക്കിയുള്ള എമൗണ്ട് മാത്രമാണ് നമ്മൾ ആർക്ക് പേയ്മെന്റ് കൊടുക്കേണ്ടതുള്ളൂ? കൺസൈനർക്ക് പേയ്മെന്റ് ആയിട്ട് നൽകേണ്ടതുള്ളൂ. അപ്പോൾ ഈ ഡീറ്റെയിൽസ് സെയിൽസിനെ കുറിച്ചിട്ടുള്ള കൺസൈൻമെന്റിലൂടെ കൺസൈനിയുടെ കയ്യിൽ എത്തിയിട്ടുള്ള ഗുഡ്സിന്റെ സെയിൽസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എഴുതുന്ന ഒരു ഡോക്യുമെന്റ് ആണ് അക്കൗണ്ട് സെയിൽസ്. ഈ അക്കൗണ്ട് സെയിൽസ് എന്ന് പറയുന്ന ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് കൺസൈനിയാണ്. കൺസൈനി എന്നിട്ട് അത് ആർക്ക് അയച്ചു കൊടുക്കുന്നു? കൺസൈനർക്ക് അയച്ചു കൊടുക്കുന്നു. ആ ഡോക്യുമെന്റിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്? സെയിൽ പ്രൊസീഡ്സ്, നമ്മളുടെ ഗുഡ്സിന്റെ സെയിൽ പ്രൊസീഡ്സ് ഇൻക്ലൂഡ് ചെയ്യും. ആ ഗുഡ്സ്
നമ്മൾക്ക് സ്വീകരിക്കാൻ വേണ്ടി കൺസൈനിക്ക് എന്തെങ്കിലും എക്സ്പെൻസുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ എക്സ്പെൻസുകൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യും. ദെൻ കൺസൈനിക്ക് കൺസൈൻമെന്റ് നടത്തിയ ഗുഡ്സിന്റെ സെയിൽസ് നടത്തുന്നതിലൂടെ എന്തെങ്കിലും കമ്മീഷൻ ലഭിക്കുന്നുണ്ടെങ്കിൽ ആ കമ്മീഷന്റെ എമൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇതെല്ലാം ലെസ്സിയാണ് ചെയ്യുന്നത്. അതേപോലെ എനി അഡ്വാൻസ് മെയ്ഡ് ബൈ കൺസൈനി ടു ദ കൺസൈനർ അതും റെക്കോർഡ് ചെയ്ത് വെക്കും. എന്നിട്ട് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലാസ്റ്റിൽ കിട്ടുന്ന റിസൾട്ടന്റ് ഫിഗർ എത്രയാണ് കൺസൈനർക്ക് കൺസൈനി നൽകേണ്ടത് ആ നെറ്റ് എമൗണ്ടും ഏതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും? നമ്മുടെ അക്കൗണ്ട് സെയിൽസ് എന്ന് പറയുന്ന ഡോക്യുമെന്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ പ്രൊഫോമ ഇൻവോയ്സ് ഈസ് പ്രിപ്പയർഡ് ബൈ കൺസൈനർ ആൻഡ് അക്കൗണ്ട് സെയിൽസ് ഈസ് പ്രിപ്പയർഡ് ബൈ കൺസൈനി. അവരുടെ കൺസൈൻമെന്റ് ഡീറ്റെയിൽസിനെ കുറിച്ച് കൺസൈനറും കൺസൈനിയും പ്രിപ്പയർ ചെയ്യുന്ന രണ്ട് ഡോക്യുമെന്റുകളാണ് ഒന്ന് പ്രൊഫോമ ഇൻവോയ്സും രണ്ട് അക്കൗണ്ട് സെയിൽസ്. നെക്സ്റ്റ് നമ്മൾക്ക് ഒരു പ്രോബ്ലം നോക്കാം. ഓൺ January 1st, 2018, Babar Traders of Mumbai consigned 500 Bush radio sets to Hari Krishnan Enterprises, Chennai. 2018 ജനുവരി 1-ാം തീയതി ബാബർ ട്രേഡേഴ്സ് എന്ത് ചെയ്തു? 500 ബുഷ് റേഡിയോ സെറ്റ്സ് ഹരികൃഷ്ണൻ എന്റർപ്രൈസസിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ദ കോസ്റ്റ് ഓഫ് ഈച്ച് സെറ്റ് വാസ് ₹750. 500 റേഡിയോസ് ആണ് അയച്ചു കൊടുത്തിട്ടുള്ളത്. അതിൽ ഒരു റേഡിയോയുടെ റേറ്റ് നമ്മൾ പറയുന്നത് എത്രയാണ്? 750 രൂപയാണ്. 750 ആണ് ഒരു യൂണിറ്റിന്റെ റേറ്റ്. ഓൺ റിസീവിംഗ് ദ കൺസൈൻമെന്റ് ഹരികൃഷ്ണൻ എന്റർപ്രൈസസ് സെൻഡ് എ ബാങ്ക് ഡ്രാഫ്റ്റ് ഫോർ ₹25,000 ആസ് ആൻ അഡ്വാൻസ് ടു ബാബർ ട്രേഡേഴ്സ്. അപ്പൊ ഈ കൺസൈൻമെന്റ് കിട്ടിയ ഉടനെ നമ്മുടെ കൺസൈനി ഹരികൃഷ്ണൻ ട്രേഡേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? 25,000 രൂപയുടെ ഒരു ബാങ്ക് ഡ്രാഫ്റ്റ് നമ്മുടെ കൺസൈനർക്ക് അഡ്വാൻസ് ആയി അയച്ചു കൊടുത്തിട്ടുണ്ട്. ഹരികൃഷ്ണൻ എന്റർപ്രൈസസ് പെയ്ഡ് ₹1,500 ഫോർ ഫ്രൈറ്റ്. ഒരുപാട് എക്സ്പെൻസുകൾ അവർക്ക് വന്നിട്ടുണ്ട്. 1,500 രൂപ ഫ്രൈറ്റിന് വേണ്ടി 1,500 രൂപ ചെലവായിട്ടുണ്ട്. ദെൻ ₹2,000 ഫോർ ഒക്ട്രോയ്. ഒക്ട്രോയ് ഡ്യൂട്ടിക്ക് വേണ്ടി 2,000 രൂപ ചെലവായിട്ടുണ്ട്. ദെൻ ₹2,500 ഫോർ ഗോഡൗൺ റെന്റ് ആൻഡ് അതർ സെല്ലിംഗ് എക്സ്പെൻസ്. റെന്റ് ആൻഡ് അതർ എക്സ്പെൻസ് ആയിട്ട് ഒരു 2,500 രൂപയും ചെലവായിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 2,000 1,500 2,500 ടോട്ടൽ 6,000 റുപ്പീസ് നമ്മൾക്ക് എന്തിനു വേണ്ടി ചെലവായി? ഈ കൺസൈനിക്ക് ഈ ഗുഡ്സ് ഏറ്റെടുക്കുമ്പോൾ ഫ്രൈറ്റും ഒക്ട്രോയും റെന്റും അങ്ങനെയുള്ള എക്സ്പെൻസ് ആയിട്ടൊരു 6,000 രൂപ ചെലവ് വന്നിട്ടുണ്ട്. ദെൻ ഹരികൃഷ്ണൻ എന്റർപ്രൈസസ് സബ്മിറ്റഡ് ആൻ അക്കൗണ്ട് സെയിൽ ഓൺ March 1st, 2018 ഷോയിങ് ദാറ്റ് all the sets had been sold. അപ്പോൾ മാർച്ച് 1-ാം തീയതി ഹരികൃഷ്ണൻ എന്ത് സെൻഡ് ചെയ്തു? ഒരു അക്കൗണ്ട് സെയിൽസ് സെൻഡ് ചെയ്തിട്ടുണ്ട്. കൺസൈനി കൺസൈനർക്കാണ് അയച്ചു കൊടുക്കുന്നത്. എന്താണ്? അദ്ദേഹത്തിന് ലഭിച്ച എല്ലാ യൂണിറ്റും അദ്ദേഹത്തിന് ലഭിച്ച എല്ലാ റേഡിയോ സെറ്റും വിറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള സെയിൽസ് അക്കൗണ്ട് സെയിൽസ് ആണ് കൺസൈനി അയച്ചു കൊടുക്കുന്നത്. അത് എത്ര രൂപയ്ക്കാണ് വിറ്റിട്ടുള്ളത്? സോൾഡ് അറ്റ് ₹850 ഈച്ച്. 850 രൂപ വെച്ച് എല്ലാ റേഡിയോ സെറ്റും 850 രൂപ വെച്ച് വിറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞാണ് കൺസൈനി അക്കൗണ്ട് സെയിൽസ് അയച്ചു കൊടുക്കുന്നത്. They were entitled to 10% കമ്മീഷൻ ഓൺ സെയിൽസ്. അപ്പൊ നമ്മുടെ കൺസൈനിക്ക് കമ്മീഷൻ ഉണ്ട്. എത്ര രൂപയ്ക്കാണോ വിൽക്കുന്നത് നമ്മുടെ സെയിൽസിന്റെ 10% കമ്മീഷൻ ആർക്ക് നൽകുന്നുണ്ട്? നമ്മുടെ ഹരികൃഷ്ണൻ എന്റർപ്രൈസസ്.
അതായത് കൺസൈനി അവർ സെയിൽസ് നടത്തി കഴിഞ്ഞാൽ ആ സെയിൽസിൽ 10% കമ്മീഷൻ അവർക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്ത് പ്രിപ്പയർ ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്? പ്രിപ്പയർ ദ അക്കൗണ്ട് സെയിൽസ്. നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അക്കൗണ്ട് സെയിൽസ് ആണ്. നമ്മുടെ കൺസൈനി ആയിട്ടുള്ള ഹരികൃഷ്ണൻ എന്റർപ്രൈസസ് അവർക്ക് ലഭിച്ച ഗുഡ്സിന്റെ സെയിൽസ് നടത്തിയതിന് ശേഷം കൺസൈനർ ആയിട്ടുള്ള ബാബർ ട്രേഡേഴ്സിന് അയച്ചു കൊടുക്കുന്നതാണ് ഈ അക്കൗണ്ട് സെയിൽസ്. അപ്പോൾ അക്കൗണ്ട് സെയിൽസിന്റെ ഫോർമാറ്റ് വരയ്ക്കാം. അക്കൗണ്ട് സെയിൽസ് വരയ്ക്കുമ്പോൾ ആദ്യം സീരിയൽ നമ്പർ എഴുതാനുള്ള ഒരു കോളം പ്രൊവൈഡ് ചെയ്യാം. ദെൻ പർട്ടിക്കുലേഴ്സ് കോളവും ലാസ്റ്റിൽ എമൗണ്ട് കോളവും. അത്രയും മാത്രമേ നമ്മൾക്ക് ആവശ്യമുള്ളൂ. ഹെഡിങ് കൊടുക്കാം അക്കൗണ്ട് സെയിൽസ്. അക്കൗണ്ട് സെയിൽസ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഹരികൃഷ്ണൻ എന്റർപ്രൈസസ് ആണ്. അത് ഏതിനെ കുറിച്ചിട്ടുള്ള അക്കൗണ്ട് സെയിൽസ് ആണ്? 500 യൂണിറ്റ്സ് ബുഷ് റേഡിയോ റിസീവ്ഡ് ഫ്രം ബാബർ ട്രേഡേഴ്സ്. അപ്പൊ ഇത് എന്തിനു വേണ്ടിയുള്ള ഏത് സെയിൽസിന്റെ ആണ് അക്കൗണ്ട് സെയിൽസ് എന്നറിയാൻ വേണ്ടി ഈ ഹെഡിങ് എഴുതിയതിന് താഴെയായിട്ട് നമ്മൾ എഴുതാം ഓഫ് 500, അതായത് അക്കൗണ്ട് സെയിൽസ് ഓഫ് 500 bush radios received from Babar Traders മുംബൈ. ബാബർ ട്രേഡേഴ്സ് മുംബൈയുടെ കയ്യിൽ നിന്നും നമ്മൾക്ക് ലഭിച്ച 500 യൂണിറ്റ് റേഡിയോസിന്റെ സെയിൽസ് ഡീറ്റെയിൽസ് കാണിക്കുന്ന അക്കൗണ്ട് സെയിൽസ് ആണ് ഇത്. ഇനി കോളം ഹെഡിങ് കൊടുക്കുക. ഫസ്റ്റ് കോളം ഹെഡിങ് സീരിയൽ നമ്പർ, സെക്കൻഡ് കോളം പർട്ടിക്കുലേഴ്സ്, തേർഡ് കോളം എമൗണ്ട് ബ്രാക്കറ്റിലെ റുപ്പീസ്. ഇനി ഏറ്റവും ആദ്യം നമ്മൾക്ക് നോക്കേണ്ടത് എത്ര യൂണിറ്റ് റേഡിയോ ആണ് വിറ്റത്. സെയിൽ പ്രൊസീഡ്സ് എഴുതണം. നമ്മൾക്ക് എത്ര യൂണിറ്റ് ആണ് ലഭിച്ചിട്ടുള്ളത്? 500 യൂണിറ്റ്സ്. ആ 500 യൂണിറ്റ്സിന്റെയും സെയിൽസ് നമ്മൾ നടത്തിയിട്ടുണ്ട്. ഒരു യൂണിറ്റിന് 850 രൂപ വെച്ചാണ് നമ്മൾ സെയിൽസ് നടത്തിയിട്ടുള്ളത്. അപ്പൊ ആദ്യം എഴുതാം സെയിൽസ് പ്രൊസീഡ്സ്. സെയിൽസ് പ്രൊസീഡ്സ് എഴുതിയിട്ട് എത്രയാണ് നമ്മൾ സെയിൽസ് നടത്തിയിട്ടുള്ളത്? 500 ബുഷ് റേഡിയോ സെറ്റ് സോൾഡ് അറ്റ് ദ റേറ്റ് ഓഫ് 850 പെർ യൂണിറ്റ്. ഒരു യൂണിറ്റിന് 250 രൂപ വെച്ചാണ് നമ്മൾ വിറ്റിട്ടുള്ളത്. അപ്പൊ സെയിൽസ് പ്രൊസീഡ്സ് എഴുതിയിട്ട് അതിന്റെ നേർക്ക് എഴുതാം 500 ബുഷ് റേഡിയോ സെറ്റ് സോൾഡ് അറ്റ് റുപ്പീസ് 850 പെർ റേഡിയോ, അല്ലെങ്കിൽ 850 ഈച്ച് എന്ന് എഴുതിയാലും മതി. ഒരു യൂണിറ്റിന് 850 രൂപ വെച്ച് 500 യൂണിറ്റ് റേഡിയോ നമ്മൾ വിറ്റു. അപ്പൊ 500 യൂണിറ്റ് വിൽക്കുമ്പോൾ 850 × 500 എമൗണ്ട് എത്രയാ വരിക? 4,25,000. 500 യൂണിറ്റ്സ് റേഡിയോ ആണ് നമ്മൾ വിറ്റത്. ഒരു യൂണിറ്റിന് എത്ര രൂപ വെച്ചാണ്? 850 രൂപ വെച്ച്. അപ്പൊ അങ്ങനെ ടോട്ടൽ 4,25,000 റുപ്പീസ് ആണ് സെയിൽസ് പ്രൊസീഡ്സ്. ഇനി ഇതിനു വേണ്ടി നമ്മൾക്ക് എന്തെല്ലാം ചെലവായിട്ടുണ്ട്? കൺസൈനി 25,000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. 3 തരത്തിലുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 6,000 രൂപ. ദെൻ 10% കമ്മീഷനും കൺസൈനിക്ക് ലഭിക്കാനുണ്ട്. ഇതെല്ലാം മൈനസ് ചെയ്തിട്ട് ബാക്കി കിട്ടുന്ന സംഖ്യ മാത്രം നമ്മൾ ആർക്ക് നൽകിയാൽ മതി? നമ്മുടെ കൺസൈനർക്ക് നൽകിയാൽ മതി. നമ്മൾ ഇനി ഈ ടോട്ടൽ സെയിൽസ് പ്രൊസീഡ്സിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് ലെസ് ചെയ്യേണ്ടത് അത് പർട്ടിക്കുലേഴ്സിൽ നിരത്തി എഴുതാം. അപ്പൊ ആദ്യം എഴുതാം ലെസ്. എന്തൊക്കെയാണ് ലെസ് ചെയ്യേണ്ടത്? ഏറ്റവും ആദ്യം എക്സ്പെൻസസ്. എന്തൊക്കെ ചെലവുകളാണ് നമ്മൾക്ക് വന്നിട്ടുള്ളത്? ഏതൊക്കെയാണ് എക്സ്പെൻസ് വന്നിട്ടുള്ളത്? ഫ്രൈറ്റ് 1,500, ഒക്ട്രോയ് 2,000, റെന്റ് ആൻഡ് അതർ സെല്ലിംഗ് എക്സ്പെൻസ് 2,500. അപ്പൊ അത് ഓരോന്നുമായിട്ട് എഴുതാം. ഫ്രൈറ്റ് 1,500,
500, ഒക്ട്രോയ് 2000, then rent and others 2500. അങ്ങനെ ടോട്ടൽ എത്ര രൂപയായി? 6000 രൂപ. അപ്പൊ ഈ 4,25,000 നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ 6000 രൂപ മൈനസ് ചെയ്യണം. അപ്പോൾ ബാക്കി നമ്മൾക്ക് എത്ര കിട്ടും? 4,19,000, 4,19,000. ഇനി ഇതിൽ നിന്ന് എന്തെല്ലാം കുറയ്ക്കാനുണ്ട്? കമ്മീഷനും കുറയ്ക്കാനുണ്ട്, അതുപോലെ തന്നെ അഡ്വാൻസ് കൊടുത്തതും കുറയ്ക്കാനുണ്ട്. അപ്പൊ അടുത്ത ഐറ്റം ലെസ് ചെയ്യാനുള്ള അടുത്ത ഐറ്റം ആണ് ലെസ് കമ്മീഷൻ. കമ്മീഷനെ കുറിച്ച് എന്താ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? 10% ഓഫ് സെയിൽസ് ആണ്. സെയിൽസിന്റെ 10% കമ്മീഷൻ ആണ്. അപ്പൊ ബ്രാക്കറ്റിൽ കാണിക്കുക. സെയിൽസ് എത്രയായിരുന്നു? 4,25,000. 4,25,000 ഇൻറ്റു 10/100. 4,25,000ന്റെ 10% ആണ് നമ്മൾ കമ്മീഷൻ ആയിട്ട് നൽകുന്നത്. കൺസൈനിക്ക് സെയിൽസിന്റെ 10% കമ്മീഷനായി നൽകുന്നു. അപ്പോ 4,25,000ന്റെ 10% എന്ന് പറയുമ്പോൾ 42,500. അപ്പോ 4,19,000 നിന്ന് 42,500 മൈനസ് ചെയ്യുക. അപ്പൊ നമ്മൾക്ക് 3,76,500 എന്ന എമൗണ്ട് കിട്ടും. അപ്പോൾ സെയിൽസ് പ്രൊസീഡ്സിൽ നിന്ന് എക്സ്പെൻസസ് മൈനസ് ചെയ്തു, കമ്മീഷനും മൈനസ് ചെയ്തു. ഇനി ഒരു കാര്യം കൂടെ മൈനസ് ചെയ്യാനുണ്ട്. നമ്മൾ കൊടുത്ത അഡ്വാൻസ്, കൺസൈനി കൊടുത്ത ഒരു അഡ്വാൻസ് ഉണ്ട്, അതുകൂടി മൈനസ് ചെയ്യണം. അപ്പോൾ പർട്ടിക്കുലേഴ്സിൽ എഴുതാം ലെസ് അഡ്വാൻസ്. ബ്രാക്കറ്റില് ബാങ്ക് ഡ്രാഫ്റ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ അഡ്വാൻസ് എഴുതാ, ബ്രാക്കറ്റിൽ കാണിക്കുക ബാങ്ക് ഡ്രാഫ്റ്റ്. എത്ര രൂപയാ കൊടുത്തിട്ടുള്ളത്? 25,000. അപ്പൊ 3,76,500 നിന്ന് 25,000 അഡ്വാൻസ് മൈനസ് ചെയ്യണം. അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ 3,51,500 എന്ന് ലഭിക്കും. ആ എമൗണ്ട് ആണ് നമ്മൾ ആർക്ക് നൽകേണ്ടത്? ബാബർ ട്രേഡേഴ്സിന് നൽകേണ്ടത്. അപ്പൊ ആ ടോട്ടൽ എമൗണ്ടിന്റെ നേർക്ക് എഴുതാം ബാലൻസ് ഡ്യൂ ടു ബാബർ ട്രേഡേഴ്സ് remitted as per draft enclosed. അതായത് നമ്മൾ ഈ ഡോക്യുമെന്റ് അക്കൗണ്ട് സെയിൽസ് സെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ എന്തും അയച്ചു കൊടുക്കുന്നുണ്ടാവും? ഇവർക്ക് കൊടുക്കാനുള്ള എമൗണ്ടിനുള്ള ഡ്രാഫ്റ്റ്. അപ്പൊ നമ്മൾ അക്കൗണ്ട് സെയിൽസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആരാണ് പ്രിപ്പയർ ചെയ്തത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് താഴെ കൊടുക്കണം. അപ്പൊ നമ്മുടെ അക്കൗണ്ട് സെയിൽസ് ഇവിടെ കംപ്ലീറ്റഡ് ആയി. അക്കൗണ്ട് സെയിൽസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴെ എഴുതാം ഇത് ആർക്ക് വേണ്ടിയാ പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മുടെ കൺസൈനിക്ക് വേണ്ടിയാണ്. അപ്പൊ ഇവിടെ എഴുതാം ഫോർ ഹരികൃഷ്ണൻ എന്റർപ്രൈസസ്. ഹരികൃഷ്ണൻ എന്റർപ്രൈസസിന് വേണ്ടി ആരാ പ്രിപ്പയർ ചെയ്യുന്നത്? ഹരികൃഷ്ണൻ. താഴെ എഴുതാം ഹരികൃഷ്ണൻ, ബ്രാക്കറ്റില് മാനേജിംഗ് പാർട്ട്ണർ. അപ്പോൾ ഹരികൃഷ്ണൻ എന്റർപ്രൈസസിന് വേണ്ടി ഈ അക്കൗണ്ട് സെയിൽസ് പ്രിപ്പയർ ചെയ്തത് ഹരികൃഷ്ണനാണ്. ഇനി നമ്മൾക്ക് ഇവിടെ ഒരു എക്സ്ക്യൂസ് വെക്കാനുണ്ട്. ഇ ആൻഡ് ഒ ഇ, അതായത് എറേഴ്സ് ആൻഡ് ഒമിഷൻസ് എക്സ്പെക്റ്റഡ്. ചിലപ്പോൾ അല്ലറ ചില്ലറ ചെറിയ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചന നൽകാം. ദെൻ ഡേറ്റ് എഴുതണം. ഡേറ്റഡ്. എന്നാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്?
നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 1 മാർച്ചിനാണ്. March 1, 2018. അപ്പൊ ഡേറ്റഡ് എന്ന് എഴുതിയിട്ട് അവിടെ ഡേറ്റ് എഴുതാം. 1/3/2018. അപ്പൊ നമ്മുടെ അക്കൗണ്ട് സെയിൽസ് കംപ്ലീറ്റ് ആയി. അപ്പൊ അക്കൗണ്ട് സെയിൽസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം? ഏറ്റവും ആദ്യം അക്കൗണ്ട് സെയിൽസ് എന്ന ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് താഴെ ആ കൺസൈൻമെന്റിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ആരിൽ നിന്ന് ലഭിച്ച ഏത് യൂണിറ്റിന്റെ സെയിൽസിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്, അത് ഹെഡിങ്ങിൽ കൊടുക്കുക. ദെൻ 3 കോളമായിട്ട് വരയ്ക്കുക. സീരിയൽ നമ്പർ, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ദെൻ പർട്ടിക്കുലേഴ്സിൽ നമ്മൾ എന്ത് എഴുതണം? നമ്മൾ നടത്തിയ സെയിൽസിൽ നിന്ന് നമ്മൾക്ക് കിട്ടിയ സെയിൽസ് പ്രൊസീഡ്സ്. ആ സെയിൽസ് പ്രൊസീഡ്സിൽ നിന്ന് എന്തെല്ലാമാണ് മൈനസ് ചെയ്യാനുള്ളത് അതെല്ലാം പർട്ടിക്കുലേഴ്സിൽ എൻ്റർ ചെയ്യണം. എന്തൊക്കെയാണ് മൈനസ് ചെയ്യേണ്ടി വരിക? 1, എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദ കൺസൈനി. കൺസൈനി പേയ്മെന്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസുകൾ അത് മൈനസ് ചെയ്യണം. പിന്നെ 1, കമ്മീഷൻ ബിലോങ്ങിങ് ടു ദ കൺസൈനി. കൺസൈനിക്ക് സെയിൽസിന്റെ ഇത്ര ശതമാനം കമ്മീഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ കമ്മീഷൻ മൈനസ് ചെയ്യണം. ദെൻ മൈനസ് ചെയ്യേണ്ടത് കൺസൈനി എന്തെങ്കിലും അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അഡ്വാൻസും മൈനസ് ചെയ്യണം. അതെല്ലാം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റിൽ കിട്ടുന്ന എമൗണ്ട് ആണ് എമൗണ്ട് ഡ്യൂ ടു ദ കൺസൈനർ. നമ്മൾ ആർക്ക് നൽകാനുള്ളത്? കൺസൈനർക്ക് നൽകാനുള്ള. അതിന് ഉള്ള ഡ്രാഫ്റ്റ് ഈ അക്കൗണ്ട് സെയിൽസിന്റെ കൂടെ വെക്കുകയും വേണം. ആ ഡോക്യുമെന്റിന് താഴെയായി ആരാണ് അത് പ്രിപ്പയർ ചെയ്തത്, കൺസൈനിക്ക് വേണ്ടി ആരാണ് അക്കൗണ്ട് സെയിൽസ് പ്രിപ്പയർ ചെയ്തത് എന്നുള്ള കാര്യം എഴുതി വെക്കുക. ഇവിടെ ലെഫ്റ്റ് സൈഡില് O and അതായത് E and OE, എറേഴ്സ് ആൻഡ് ഒമിഷൻ എക്സ്പെക്റ്റഡ്, അത് എഴുതി വെക്കുക. ഡേറ്റും എഴുതി വെക്കുക. അപ്പം ഇത് കംപ്ലീറ്റ് ആവും. നമ്മുടെ അക്കൗണ്ട് സെയിൽസ് കംപ്ലീറ്റ് ആവും. കൺസൈൻമെന്റ് അക്കൗണ്ട്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു ടേമാണ് കമ്മീഷൻ. കമ്മീഷൻ മീൻസ് ദ റെമ്യൂണറേഷൻ പെയ്ഡ് ടു ദ കൺസൈനി ബൈ ദ കൺസൈനർ ഫോർ ദ സർവീസസ് റെൻഡേർഡ് ബൈ ദ കൺസൈനി. അപ്പോൾ ഈ കൺസൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം, കൺസൈനർ കുറച്ച് ഗുഡ്സ് ആർക്ക് അയച്ചു കൊടുക്കുന്നു? കൺസൈനിക്ക് അയച്ചു കൊടുക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ആ ഗുഡ്സിന്റെ സെയിൽസ് എന്ന് പറയുന്നത് കൺസൈനിയുടെ ഉത്തരവാദിത്തമാണ്. അദ്ദേഹത്തിനോട് ആ ഗുഡ്സ് ഇത്ര രൂപയ്ക്ക് വിൽക്കണം, ഒരു യൂണിറ്റിന് ഇത്ര രൂപ വെച്ച് ഈ ഗുഡ്സിന്റെ സെയിൽസ് നടത്തണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചുകൊണ്ട് കൺസൈനർ കൺസൈനിക്ക് ഗുഡ്സ് ഡിസ്പാച്ച് ചെയ്യുന്നു. അപ്പൊ ഈ സെയിൽസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് നടത്തുന്നത് കൺസൈനിയാണ്. അപ്പൊ ഇദ്ദേഹം അയച്ചു കൊടുത്ത ഗുഡ്സിന്റെ സെയിൽസ് കൺസൈനി ചെയ്തു കൊടുക്കുന്നതിന് പകരമായി അദ്ദേഹത്തിന് കൺസൈനിക്ക് കൺസൈനർ നൽകുന്ന ഒരു റെമ്യൂണറേഷൻ ആണ് കമ്മീഷൻ. അപ്പോൾ കൺസൈനി റിസ്ക് ഏറ്റെടുക്കുന്നുണ്ട്, ആ ഗുഡ്സിന്റെ സെയിൽസ് നടത്തണം. അദ്ദേഹം ബാഡ് ഡെപ്റ്റിനൊന്നും അദ്ദേഹം റിസ്ക് ഇല്ലെങ്കിൽ കൂടി സെയിൽസ് നടത്താൻ വേണ്ടി കൺസൈനി പരിശ്രമിക്കേണ്ടി വരും. അപ്പൊ കൺസൈനി ചെയ്യുന്ന സർവീസിന് പകരമായി കൺസൈനർ നൽകുന്ന റെമ്യൂണറേഷൻ ആണ് കമ്മീഷൻ. കമ്മീഷൻ 2 തരത്തിൽ വരാം. ഒന്ന് ഓർഡിനറി കമ്മീഷൻ, പിന്നെ ഒന്ന് സ്പെഷ്യൽ കമ്മീഷൻ. Ordinary commission is fixed by the consignor as a percentage of sales. നമ്മൾ ഈ കൺസൈനി എത്ര രൂപയുടെ സെയിൽസ് ആണോ നടത്തുന്നത് ആ സെയിൽസിന്റെ മുകളിൽ ഒരു നിശ്ചിത ശതമാനം നമ്മൾ റെമ്യൂണറേഷനായി നൽകുന്നു അല്ലെങ്കിൽ കമ്മീഷനായി നൽകുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? ഓർഡിനറി കമ്മീഷൻ എന്ന് പറയുന്നത്. ഇവിടെ കൺസൈനിക്ക് പ്രത്യേകിച്ച് റിസ്കുകളൊന്നുമില്ല. സെയിൽസ് നടത്തുക എന്നല്ലാതെ മറ്റ് റിസ്കുകളൊന്നുമില്ല. അദ്ദേഹം ബാഡ് ഡെപ്റ്റിന്റെയോ അല്ലെങ്കിൽ കളക്ഷന്റെയോ ഒന്നും റിസ്കുകൾ നമ്മുടെ കൺസൈനി ഏറ്റെടുക്കുന്നില്ല. പകരം ഈ സെയിൽസ് മാത്രമേ നടത്തുന്നുള്ളൂ. അതിന് പകരമായി സാധാരണയായി നമ്മൾ കൊടുക്കുന്ന പേയ്മെന്റ് ആണ് സെയിൽസിന്റെ നിശ്ചിത പെർസെൻറ്റേജ് കമ്മീഷൻ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഓർഡിനറി കമ്മീഷൻ എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ കാറ്റഗറി കമ്മീഷൻ ആണ് സ്പെഷ്യൽ കമ്മീഷൻ. സ്പെഷ്യൽ കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഓർഡിനറി പോലെയല്ല, സംതിങ് സ്പെഷ്യൽ ആണ്. അത് 2 തരത്തിലുണ്ട്. സ്പെഷ്യൽ കമ്മീഷൻ
ടു ടൈപ്സ് ആണുള്ളത്. ഒന്ന് ഓവർ റൈഡിങ് കമ്മീഷൻ, ഓവർ റൈഡിങ് കമ്മീഷൻ. രണ്ടാമത് ഡെൽ ക്രെഡറെ കമ്മീഷൻ. ഓവർ റൈഡിങ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസൈനി ചില സാഹചര്യങ്ങൾ he has the responsibility to handle a new product launch to the market or to capture sales for a new product. നമ്മൾ ചില സമയത്ത് കൺസൈൻമെന്റ് നടത്തുന്നത് തന്നെയാണ്, പക്ഷെ പുതിയതായി ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുമ്പോൾ അതിന് സെയിൽസ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ്. അപ്പൊ അങ്ങനെ ഒരു ടാസ്ക് നമ്മുടെ കൺസൈനർ ഏൽപ്പിക്കുകയാണ്. അതല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റില് മറ്റു കോമ്പറ്റേറ്റേഴ്സിന്റെ ഏജന്റ്സ് ഒക്കെ സെയിൽസ് നടത്തുന്നുണ്ടാവും. അപ്പൊ അവരുടെ സെയിൽസിനെ കുറിച്ച് നമ്മുടെ കൺസൈനിയോട് വാച്ച് ചെയ്യാൻ പറയും. അങ്ങനെ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യിപ്പിക്കാം. നമ്മുടെ കൺസൈനിക്ക് നോർമൽ വർക്കിന് പുറമെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ അത്തരം ഹാർഡ് വർക്കിന് പകരമായി നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റെമ്യൂണറേഷൻ ആണ് ഓവർ റൈഡിങ് കമ്മീഷൻ. അപ്പൊ അത് ഒരിക്കലും നോർമൽ ഓർഡിനറി കമ്മീഷൻ പോലെയല്ല, സംതിങ് സ്പെഷ്യൽ ആണ്, കുറച്ച് എക്സ്ട്രാ കൊടുക്കുന്നുണ്ടാവും. നമ്മുടെ കൺസൈനി നടത്തുന്ന ഹാർഡ് വർക്കിന് വേണ്ടി നമ്മൾ നൽകുന്ന റെമ്യൂണറേഷൻ ആണ് ഓവർ റൈഡിങ് റെമ്യൂണറേഷൻ അല്ലെങ്കിൽ കമ്മീഷൻ. ദെൻ അടുത്തതാണ് ഡെൽ ക്രെഡറെ കമ്മീഷൻ. നോർമലി all the risk relating to the sale are borne by കൺസൈനർ. ഈ കൺസൈൻമെന്റിലെ പ്രോഡക്റ്റിന്റെ സെയിൽസിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും കൺസൈനർക്കാണ്. അതാണ് പതിവ്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ കൺസൈനി കൂടി അതിൻ്റെ ഒരു ഷെയർ ഏറ്റെടുക്കും. ആ പ്രോഡക്ട്സ് ഹാൻഡിൽ ചെയ്യുന്നതിന്റെ റിസ്ക് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ ബാഡ് ഡെപ്റ്റിന്റെ അല്ലെങ്കിൽ പ്രോഡക്റ്റിന് വേണ്ടി വരുന്ന എക്സ്പെൻസുകളുടെ ഒരു ഷെയർ നമ്മുടെ കൺസൈനി ബെയർ ചെയ്യുന്നു, അദ്ദേഹം അത് സഹിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള റിസ്ക് ബിയറിങ്ങിന് പകരമായി നമ്മുടെ സെയിൽസുമായി റിലേറ്റഡ് ആയ അല്ലെങ്കിൽ ആ ഗുഡ്സുമായി റിലേറ്റഡ് ആയ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നത് ഷെയർ ചെയ്യുന്നു. അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ സെയിൽസുമായി റിലേറ്റഡ് ആയ റിസ്ക് കൺസൈനി ഷെയർ ചെയ്യുന്നു. ആ ഷെയർ ചെയ്യുന്നതിന് പകരമായി കൺസൈനർ സ്പെഷ്യൽ കമ്മീഷൻ കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഡെൽ ക്രെഡറെ കമ്മീഷൻ. അപ്പൊ രണ്ട് തരം കമ്മീഷൻ, സ്പെഷ്യൽ കമ്മീഷൻ ഉണ്ട്, ഓവർ റൈഡിങ് കമ്മീഷൻ ആൻഡ് ഡെൽ ക്രെഡറെ കമ്മീഷൻ. അപ്പൊ ചിലപ്പോൾ ഈ ഡെൽ ക്രെഡറെ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായി ഒരു പ്രൊഡക്റ്റ് ഇത്ര യൂണിറ്റ് ഇത്ര രൂപയ്ക്ക് വിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ പ്രൈസിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ കൂടിയ വിലയ്ക്ക് നമ്മുടെ കൺസൈനി സെയിൽസ് നടത്തുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ അഡീഷണൽ സെയിൽസ് റവന്യൂ അതിൻ്റെയൊക്കെ ഒരു പെർസെൻറ്റേജ് നമ്മൾ എന്തായി കൊടുക്കും, നമ്മുടെ കൺസൈനിക്ക് എക്സ്ട്രാ കമ്മീഷനായി കൊടുക്കും, സ്പെഷ്യൽ കമ്മീഷനായി കൊടുക്കും. അതിനെയാണ് എന്ത് പറയുന്നത്, ഡെൽ ക്രെഡറെ കമ്മീഷൻ. അപ്പോൾ കമ്മീഷൻ രണ്ട് തരം, ഓർഡിനറി കമ്മീഷൻ, സ്പെഷ്യൽ കമ്മീഷൻ. സ്പെഷ്യൽ കമ്മീഷൻ തന്നെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഓവർ റൈഡിങ് കമ്മീഷൻ, ഡെൽ ക്രെഡറെ കമ്മീഷൻ. നെക്സ്റ്റ് കൺസൈൻമെന്റ് അക്കൗണ്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് അഡ്വാൻസ്. അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺസൈനിക്ക് ഗുഡ്സ് അയച്ചു കൊടുക്കുന്നുണ്ട്. കൺസൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതാണ് ഡെസ്പാച്ച് ഓഫ് ഗുഡ്സ് ഫ്രം കൺസൈനർ ടു കൺസൈനി. ഇതൊരു സെയിൽസ് അല്ല, കൺസൈനിയുടെ കയ്യിൽ നിന്ന് നമ്മൾ പേയ്മെന്റ് ഒന്നും വാങ്ങിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ കൺസൈനിക്ക് ഗുഡ്സ് അയച്ചു കൊടുക്കുന്നു. അപ്പൊ ഈ ഗുഡ്സിന്റെ പ്രൈസിനുള്ള ഒരു സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ കൺസൈനർ എന്താവശ്യപ്പെടും, ഒരു പാർട്ട് പേയ്മെന്റ്. മൊത്തത്തിലുള്ള ഗുഡ്സിന്റെ സെയിൽസ് പ്രൈസ് ഒന്നുമല്ല, അതിന്റെ ഒരു പോർഷൻ, ഒരു അഡ്വാൻസ് എന്നുള്ള രീതിയിൽ ആവശ്യപ്പെടും. കാരണം അദ്ദേഹത്തിന്റെ വിലപിടിപ്പുള്ള ഗുഡ്സ് ആണ് അദ്ദേഹം കൺസൈനിക്ക് അയച്ചു കൊടുക്കുന്നത്. അത് വിറ്റ് കഴിഞ്ഞാലേ കൺസൈനി അതിന്റെ പ്രൊസീഡ്സ് ഇദ്ദേഹത്തിന് അയച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പൊ ഇത്രയും ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തതിന്
പകരമായി കൺസൈനർ ചില സമയത്ത് കുറച്ച് എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് ആവശ്യപ്പെടും. അതിനെയാണ് നമ്മൾ അഡ്വാൻസ് എന്ന് പറയുന്നത്. സെയിൽസിന് മുന്നേ തന്നെ ഇത് ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ചില സമയത്ത് ഇത് ഡ്രാഫ്റ്റ് ആയിട്ടാണ് നൽകാറുള്ളത്, ബാങ്ക് ഡ്രാഫ്റ്റ്. അതല്ല, കൺസൈനിയുടെ കയ്യിൽ റെഡി ക്യാഷോ ഡ്രാഫ്റ്റ് നൽകാനുള്ള സൗകര്യമോ ഇല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? ബില്ല് വഴിയും അഡ്വാൻസ് ആക്സെപ്റ്റ് ചെയ്യാം. കൺസൈനിയുടെ പേരിൽ എന്ത് ചെയ്യുന്നു? നമ്മളൊരു ബില്ല് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് അത് ഡിസ്കൗണ്ട് ചെയ്തിട്ട് ക്യാഷ് ആക്കാം കൺസൈനർക്ക്. അപ്പൊ ആ രീതിയിൽ ഗുഡ്സിന്റെ ടോട്ടൽ പ്രൈസിനൊന്നും ഒരിക്കലും ഈക്വൽ ആയിരിക്കില്ല. ഇത് ഒരു ചെറിയ എമൗണ്ട്, ടോട്ടൽ സെയിൽ പ്രൊസീഡ്സ് എക്സ്പെക്ട് ചെയ്യുന്നതിന്റെ ഒരു ചെറിയ പോർഷൻ കൺസൈനിയുടെ കയ്യിൽ നിന്ന് സെയിൽസിന് മുൻപേ സ്വീകരിക്കുന്നു. ഇതിനെയാണ് അഡ്വാൻസ് എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക? സെയിൽ പ്രൊസീഡ്സ് ആഫ്റ്റർ സെയിൽസ് നമ്മുടെ കൺസൈനി ഒരു അക്കൗണ്ട് സെയിൽസ് സെൻഡ് ചെയ്യും. ഇത്ര രൂപയ്ക്ക് വിറ്റിട്ടുണ്ട്, അതിൽ ഇത്ര രൂപ എൻ്റെ ചെലവുണ്ട്, ഇത്ര രൂപ എനിക്കുള്ള കമ്മീഷൻ ഉണ്ട്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് അയച്ചു തരുമ്പോൾ ആ അയച്ചു തരുന്ന സെയിൽസ് പ്രൊസീഡ്സിൽ നിന്ന് ആര് മൈനസ് ചെയ്യും? നമ്മുടെ കൺസൈനിക്ക് ഈ അഡ്വാൻസ് മൈനസ് ചെയ്യാം. കാരണം അഡ്വാൻസ് ആൾറെഡി പെയ്ഡ് ബൈ കൺസൈനി ടു ദ കൺസൈനർ. കൺസൈനർക്ക് നൽകാനുള്ള എമൗണ്ടിന്റെ ഒരു പോർഷൻ മുൻപേ തന്നെ കൺസൈനി നൽകി കഴിഞ്ഞു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്വാൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ അഡ്വാൻസ് ആരിൽ നിന്ന് മൈനസ് ചെയ്യാം? കൺസൈനിക്ക് സെയിൽ പ്രൊസീഡ്സിൽ നിന്ന് മൈനസ് ചെയ്യാം. ഇതിന് ഈ ടേമും നമ്മൾ ഏതിൽ ഉപയോഗിക്കാറുണ്ട്? കൺസൈൻമെന്റ് അക്കൗണ്ട്സിൽ ഉപയോഗിക്കാറുണ്ട്.